നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലേക്ക് ഒരു മുതാലിമ് കയറി വരിക എന്ന് പറഞ്ഞാൽ ഒരു മുതാലിമല്ല കയറി വരുന്നത്, മറിച്ച് ഒരു മുതാലിമിന്റെ കൂടെ ധാരാളം റഹ്മത്തിന്റെ മലായിക്കത്ത് ഉണ്ടാകും. മനസ്സിലാക്കണം. ആ മുതാലിമ് ആമീൻ പറയുമ്പോൾ ആ മലായിക്കത്ത് ദുആ ചെയ്യുമ്പോൾ ആ മലായിക്കത്ത് ആമീൻ പറയുമ്പോൾ നമ്മൾ ആ മുതാലിമിനെ ചെറുതായി കാണുന്നത് മഹാനായ റയീസുൽ ഉലമ ഹഫിളഹുല്ലാഹ്, മഹാനായ റയീസ് സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ്, ബാക്കി ഉസ്താദൊക്കെ ഇതുപോലെ പൊന്മുള ഉസ്താദൊക്കെ ചെറിയ ചെറിയ മുതാലിമീങ്ങളായി ഈ വീടുകളിൽ ഭക്ഷണം കഴിച്ചവരല്ലേ. അന്നൊക്കെ അവരാരും ധരിച്ചിരുന്നോ? ഇവരൊക്കെ എത്ര വലിയ സുൽത്താനുമൊക്കെ എത്ര ലക്ഷക്കണക്കിന് ശിഷ്യ പരമ്പരകളായി, അതുതന്നെ റയീസുമൊക്കെ എത്രയായി. അങ്ങനെ നമ്മളെ നാട്ടിൽ വരുന്ന ഏതെങ്കിലും ഒരു കുട്ടി അപ്പൊ ആ വീട്ടിലേക്ക് വന്ന റഹ്മത്തിന്റെ മലായിക്കത്ത് ഉണ്ടാവും. മാത്രല്ല അഷ്റഫുൽ ഖൽഖ് സ്വഹങ്ങൾ പഠിപ്പിക്കുന്നത് ഇദസ്തമഅൽ ആലിമു വൽ ആബിദു അല സിറാത്ത് യുഖാലു ലിൽ ആബിദ് തജാവസ് വതനഅം ബിഇബാദതിക് വയഖാലു ലിൽ ആലിം ഇശ്ഫഅ ഖിഫ് ഇശ്ഫഅ ലിമൻ അഹ്ബബ്ത ഫഇന്നക ലാ തശ്ഫഉ ലിഅഹദിൻ ഇല്ലാ ശുഫിഅത. വെറും ജനിച്ചോടം തൊട്ട് മരണം വരെയും ഈ പള്ളിയിൽ ഇത്തികാഫിരുന്ന് ഖുർആനോദി ദിക്റെടുത്ത് ഇബാദത്ത് മരിച്ച് റബ്ബിന് മുമ്പിൽ എത്തിയ റബ്ബ് പറഞ്ഞത് നിന്റെ എല്ലാം ക്ലിയറാ, നീ ഒരു ഹറാമ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇന്നൊരു തെറ്റുകുറ്റങ്ങളും സംഭവിച്ച എല്ലാം ക്ലിയറാ. ഈ ഗ്രീൻ ചാനലിലൂടെ പോകാം, റെഡ് ചാനൽ എല്ലാം ക്ലിയർ. ഇബാദത്തിന്റെ തോതനുസരിച്ച് നിസ്കരിക്കാം, സന്തോഷിക്കാം. പിന്നെ വരുന്നത് ഒരു ഉസ്താദ് വരുമ്പോ റബ്ബ് പറഞ്ഞത് നീ അങ്ങനെ പോകാൻ പാടില്ല, നീ നിൽക്കണം. നീ ഒരു പണ്ഡിതനായതുകൊണ്ട് നിന്നോട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നന്നായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നന്നാകുന്നതിൽ നിന്നെ നന്നാക്കിയ ഒരു നിന്റെ ഉപ്പ ഉണ്ടാകും, ഉമ്മ ഉണ്ടാകും. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ ഒരു സുഹൃത്ത് വാട്സപ്പിൽ അയച്ചു, എന്റെ തറവാട്ടിൽ ഒരൊറ്റ പണ്ഡിതനും ഇല്ല. അൽഹംദുലില്ലാഹ് വല്ലാത്ത സന്തോഷമുള്ള വാട്സപ്പ് സന്ദേശമാണ്. 4 ആളുകൾ എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ മോനും എന്റെ ചേട്ടന്റെ മോനും എന്റെ പെങ്ങളെ മോനും എന്റെ അളിയന്റെ മോനും 4 ആളൊന്ന് ഓതാൻ പോവുകയാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ തറവാട്ടിൽ ഒരൊറ്റ കുട്ടിയും ഇതുവരെ പണ്ഡിതരായിട്ടില്ല. ഇന്ന് എന്റെ കുടുംബത്തിൽ എനിക്ക് അടുത്ത കാലത്ത് വന്ന മെസ്സേജുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമായ മെസ്സേജാണത്. ആ 4 ആളുകൾ. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ നമ്മളൊക്കെ നാട്ടിലുള്ള, പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ധാരാളം ആളുകളെ, ഈ നാട്ടിൽ ഏതെല്ലാം സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ അവിടെ ഒക്കെ മക്കളെ ദർസിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ്.